മാർപ്പാപ്പ എഴുതിയ ഒരു ചാക്രിക ലേഖനമുണ്ട്, കാസ്തി കൊന്നൂബി. അതിനകത്തൊരു കാര്യം പറഞ്ഞ ആരെങ്കിലും കത്തോലിക്കർ വായിച്ചിട്ടുണ്ടോ? വിവാഹത്തിലെ ലൈംഗിക ബന്ധത്തിനിടയ്ക്ക് ജീവനുണ്ടാകുന്ന വഴികളെ ബോധപൂർവം തടസ്സപ്പെടുത്തുന്നവർ, ബന്ധത്തിന് മുമ്പായാലും ആ സമയത്തായാലും അതിന് ശേഷമായാലും, അവർ ദൈവത്തിൻ്റെയും പ്രകൃതിയുടെയും നിയമത്തെ ലംഘിക്കുന്നു. അപ്രകാരം ചെയ്യുന്നവർ മാരകമായ ചാവുദോഷത്താൽ കളങ്കപ്പെട്ടു. കോണ്ടം, കോപ്പർട്ടി, ഗർഭനിരോധന ഗുളിക എന്തു ആയിക്കോട്ടെ, നിങ്ങൾ ജീവനെ ലൈംഗികതയിൽ തടഞ്ഞോ, ചാവുദോഷമാണ്. ഇത് പറയാൻ സഭയെ പ്രേരിപ്പിച്ചതാരാ? ഉൽപ്പത്തി 38:6 വായിച്ചിട്ടുണ്ടോ വചനം? ഉൽപ്പത്തി 38:6 ലോകം കണ്ട ആദ്യത്തെ ഗർഭനിരോധനം ചരിത്രം രേഖപ്പെടുത്തിയ സംഭവമാണ്. ഉൽപ്പത്തി 11-ാം അധ്യായം മുതൽ ചരിത്രമാണ്. ഉൽപ്പത്തി 38 ആരാ? യൂദാ ഗോത്രത്തിൽ നടന്നൊരു സംഭവമാണ്. ഓരോ കുടുംബവും കിടപ്പറയിലോട്ട് കയറുന്നതിന് മുമ്പ് ഇത് വായിച്ചിട്ട് കയറണം. ലൈംഗിക ബന്ധത്തിന് മുമ്പ് എന്താണ്? തൻ്റെ കടിഞ്ഞൂൽ പുത്രനായ ഏറിന് യൂദാ ഒരു ഭാര്യയെ തെരഞ്ഞെടുത്തു. അവളുടെ പേര് താമാർ എന്നായിരുന്നു. എന്നാൽ യൂദായുടെ കടിഞ്ഞൂൽ പുത്രനായ ഏർ കർത്താവിൻ്റെ മുമ്പിൽ ദുഷിച്ചവനായിരുന്നു. കർത്താവ് അവനെ മരണത്തിനിരയാക്കി. അപ്പോൾ യൂദ രണ്ടാമത്തെ പുത്രനായ ഓനാനെ വിളിച്ചു പറഞ്ഞു, നീ നിന്റെ സഹോദരന്റെ ഭാര്യയെ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക. സന്തതി തൻ്റേതായിരിക്കില്ല, ഒഫീഷ്യലി തൻ്റേതായിരിക്കില്ല, അങ്ങനെയാണ്, ആയിരിക്കില്ലെന്ന് അറിയാമായിരുന്നു ഓനാൻ തന്റെ സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കാതിരിക്കാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്തു വീഴ്ത്തി കളഞ്ഞു. ബൈബിള് പച്ചയ്ക്ക് എഴുതി വെച്ചതാ. ഒരു പ്രശസ്ത വചനപ്രഘോഷകനുണ്ടല്ലോ, വചനം വായിച്ച് ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞു, അത് ഇച്ചിച്ചിയാ, ഞാൻ വായിക്കുകയല്ല, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോ, അവരുടെ പേരൊന്നും ഞാൻ പറയുകയല്ല. അപ്പോൾ വളരെ പ്രശസ്ത വചനപ്രഘോഷകനാണ്. ഇച്ചിച്ചി പോലും ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു. എനിക്കറിയത്തില്ല എങ്ങനെ ഇവർക്കൊക്കെ ഇങ്ങനത്തെ ബോധ്യം കിട്ടിയത്. ദൈവം എഴുതാൻ തീരുമാനിച്ചത് അവൻ ദൈവമാണ് ലിംഗം കൊടുത്തത്, ദൈവമാണ് ബീജം കൊടുത്തത്. അവൻ ആ ബീജം നിലത്ത് വീഴ്ത്തി കളഞ്ഞു. അടുത്ത വാക്യം കൂടി കേട്ടോ. അവൻ ചെയ്ത ഈ പ്രവൃത്തി, കുഞ്ഞുണ്ടാവാതിരിക്കാൻ അവൻ ബീജം ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ബീജം നിലത്ത് വീഴ്ത്തി കളഞ്ഞു. ഈ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി. കേട്ടോണേ. ഇനി അടുത്തത് ഒരു കാര്യം എനിക്ക് സ്റ്റേറ്റ്മെന്റ് പറയാനുണ്ട്. ദൈവം എന്തിനാ ഇത് ബൈബിളിൽ എഴുതി വെച്ച്? എന്നാ കിടക്കട്ടെ, നടന്ന സംഭവം കൊണ്ട് എഴുതി വെച്ച്, അങ്ങനെയാണോ? ഇനി വരുന്ന മുഴുവൻ തലമുറയും ഇത് വായിക്കണം. കിടപ്പറയിൽ ദാമ്പത്യ ബന്ധത്തിനിടയ്ക്ക് ജീവനെ തടയുന്നവന് ദൈവകോപത്തിന്റെ ഇരയാണ് അവൻ. ഇത് ലോകത്തിന് മുഴുവൻ പാഠമാവാനാ ദൈവം എഴുതി വെച്ച്. ഇത് ലോകത്ത് നടന്ന ആദ്യത്തെ കോൺട്രാസെപ്ഷനാ, ആദ്യത്തെ ഗർഭനിരോധനമാണ്. അതിന് കൊടുത്ത ശിക്ഷ കനത്ത ശിക്ഷയാണ്. ജീവൻ എടുത്തു. ജീവൻ കൊടുക്കേണ്ടവൻ ജീവനെ തടഞ്ഞപ്പോൾ ജീവൻ എടുത്തു.